തിരിച്ചറിഞ്ഞ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രധാന പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു സോളാർ സമരം. 2013 ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ CPM നേതൃത്വത്തിൽ നടന്ന സമരം ഒരു തിരക്കഥ പോലെ ഇല്ലാതായപ്പോൾ വഞ്ചിക്കപ്പെട്ടത് CPMലെ ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരാണ്. സമരം ഒത്തുതീർക്കുന്നത് സ്വാഭാവികമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. കേരളം നേരിൽ കണ്ട വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു 2013 ഓഗസ്റ്റിൽ നടന്ന സോളാർ സമരം. സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകളും വളഞ്ഞുള്ള സമരം തലസ്ഥാനത്തെ ക്രമസമാധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കാതെ സമരം തീരില്ല എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ സമരം വളരെ പെട്ടെന്ന് തന്നെ പിൻവലിക്കപ്പെട്ടു. ഇതിനായി നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളുടെ പുതിയ പിന്നാമ്പുറ കഥകളാണ് കൊല്ലം 10 കഴിഞ്ഞിട്ടും നാട്ടിൽ പ്രചരിക്കുന്നത്. സമരം അവസാനിപ്പിക്കാൻ CPM നേതാക്കളാണ് തിടുക്കം കാട്ടിയതെന്ന് ഇതിൽപ്പെട്ട മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം, അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ് സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പ് എന്നിവർ എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു. CPMൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഘടകകക്ഷി നേതാക്കൾ പോലും അറിയാതെ UDF സർക്കാരുമായി നടത്തിയ രഹസ്യ ഒത്തുതീർപ്പായിരുന്നു അത്. എന്നാൽ ഇതൊക്കെ തന്നെ സ്വാഭാവികമെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് മന്ത്രി സജി ചെറിയാനെ പോലുള്ള CPM നേതാക്കൾ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒരു സമരം നടക്കുന്ന ഘട്ടത്തിൽ ആ സമരം വേറൊരു തരത്തിലേക്ക് മാറപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ സൗഹാർദ്ദമായി പോകേണ്ട രീതിയിലേക്ക് അത് അവസാനിപ്പിക്കാൻ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെടാറുണ്ടാകാം. അതിലൊന്നും ഒരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമില്ല. വലിയ കലാപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ അന്നത്തെ UDFും LDFും ഒരുപോലെ ആഗ്രഹിച്ചുവെന്ന ഗംഭീര വ്യാഖ്യാനമാണ് അന്നത്തെ ഇടതുപക്ഷവും ഇന്നത്തെ വലതുപക്ഷവുമായ ചെറിയാൻ ഫിലിപ്പ് നൽകുന്നത്. രാവിലെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരുകയും മന്ത്രിസഭാ യോഗം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി LDFിൻ്റെ യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് CPM അണികളും പ്രവർത്തകരുമായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ എത്രയോ കേസുകൾ വേറെയുമുണ്ട് ഇതേ പട്ടികയിലെന്ന് കേരളം തിരിച്ചറിയുന്നു. ഇടതു വലത് മുന്നണികൾ നടത്തുന്ന ഇത്തരം രഹസ്യധാരണകളും ഒത്തുതീർപ്പും മൂലം വഞ്ചിക്കപ്പെട്ടതാകട്ടെ ഇരുമുന്നണികളിലെ ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരും. ജനം, തിരുവനന്തപുരം.